ഹലോ ഫ്രാൻസ്, അങ്ങനെ ഒരു കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു നമ്മൾ. അതൊന്ന് മാറുന്ന രീതിയിലുള്ള അപ്ഡേറ്റൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. മെറസലിന് ശേഷം ഒരു ലോങ് ഗ്യാപ്പായ ഒരു കോംബോ ആണ് വിജയ് സമന്ത കോംബോ. ആ ഒരു കോംബോ വീണ്ടും വരാൻ പോവുകയാണ് എന്നാണ് ന്യൂസൊക്കെ കേൾക്കുന്നത്. വിജയുടെ അടുത്ത പടങ്ങളിലായി നായിക വേഷം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടത്രേ. ആ പ്രൊജക്റ്റ് അറ്റ്ലിയാണ് ചെയ്യുന്നത് എന്നാണ് റൂമേഴ്സ്. പക്ഷെ കൺഫ്യൂഷൻ അടിച്ചത് ദളപതി 69 അറ്റ്ലി സൺ പിക്ചേഴ്സ് ആയിട്ടാണ് പടം വരുന്നത് എന്നാണ് ഇന്നലെ വന്ന റൂമേഴ്സ്. ഇത് നല്ല ചുറ്റിക്കറക്കലാണ്. ഓരോ ആഴ്ചയും ഓരോ റൂമേഴ്സാണ്. ആദ്യമായിട്ടാകും ഒരു പടത്തിൻ്റെ അനൗൺസ്മെൻറ്റിന് മുന്നേ ഡയറക്ടർ അപ്ഡേറ്റ് ഇത്രയും റൂമർ വരുന്ന പടം. ബാക്കിയൊക്കെ ഈ നേരം ആകുമ്പോഴേക്കും ഡയറക്ടർ ലീക്ക് വന്നേനെ. എന്നാൽ ഇതിന് ആ സംഭവമേ ഇല്ല. അതുകൊണ്ടൊരു തീരുമാനമെടുത്തു. ദളപതി 69 ഡയറക്ടർ അപ്ഡേറ്റ് ആകെ ഇനി ഒഫീഷ്യൽ വരുന്നത് വരെ നോക്കുന്നില്ല. ഒഫീഷ്യൽ വന്നാൽ മാത്രമാണ് ഈ കൺഫ്യൂഷനും പോകത്തുള്ളൂ. എന്തായാലും ഏപ്രിൽ മാസത്തിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയുള്ളത്. എന്നാൽ പിന്നെ സെക്കൻഡ് അപ്ഡേറ്റ്, ഇതും ദളപതി 69 പോലെ തന്നെ ചുറ്റിക്കറക്കുന്ന അപ്ഡേറ്റ് ആണ്. ഗോട്ടിൻ്റെ റിലീസ് ഡേറ്റ് ബെസ്റ്റ് ഓപ്ഷൻ ദീപാവലിയാണ്, ഒക്ടോബർ ആണെന്നൊക്കെ ആണല്ലോ കൂടുതൽ പേരുടെ ഒപ്പീനിയൻ. അങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് പ്രൊഡക്ഷൻ കമ്പനി അപ്ഡേറ്റ് തരാതെ നമുക്ക് ഒന്നും പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഫൈനലി ഒരു വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോകുന്നത്, ഈ റിലീസ് ഡേറ്റിൽ ഇത്രയും റൂമേഴ്സ് പോകുന്നതുകൊണ്ട് നെക്സ്റ്റ് വരുന്ന ഗോട്ട് അപ്ഡേറ്റ്സിൽ റിലീസ് ഡേറ്റോടെ വരുന്നതാകുമെന്നാണ് പറയുന്നത്. അതായത് ഈ മാർച്ച് മാസത്തിൽ തന്നെ ഉണ്ടാകുമത്രേ. വേറെ വലിയ ഭയങ്കര അപ്ഡേറ്റ് ഒന്നും വേണ്ട. റിലീസ് ഡേറ്റ് പോസ്റ്ററെങ്കിലും വിട്ടാൽ കുറച്ചെങ്കിലും നന്നായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അപ്ഡേറ്റ് ഈ മാസമാണെങ്കിൽ കാത്തിരിക്കാം. ഇനി വലിയ അപ്ഡേറ്റ്സ് ഒക്കെ ജൂണിലേ ഉണ്ടാവുള്ളൂ. കാരണം അന്നാണ് ബർത്ത്ഡേ വരുന്നത് ദളപതിയുടെ. അന്നായിരിക്കും വലിയ വലിയ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാകുക. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ കമൻറ്റായിട്ട് പറഞ്ഞാൽ മതി. പിന്നെ താഴെ കാണുന്ന ലൈക്ക് ഷെയർ അങ്ങോട്ട് തട്ടി വിടുക. സൈഡായിട്ട് കാണുന്ന സബ്സ്ക്രൈബും ബെല്ലൈക്കും കൂടി തട്ടി വിട്ടാൽ കൊള്ളാമായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.